മത്തായി 10:19. മത്തായി 10:19. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. അപ്പൊ ഈ ഒരു ടൈം വരുമ്പോൾ ഇതുപോലെ നമ്മളൊരു പ്രത്യേക ക്രഷിലൂടെ, അതെന്നുവെച്ചാൽ നിങ്ങൾ പറയുന്ന ക്രഷല്ല. പണ്ട് ക്രഷിൻ്റെ അർത്ഥം ഇന്നത്തെ ക്രഷിൻ്റെ അർത്ഥമല്ല. പണ്ട് ആൾക്കാർ ഞെരുക്കത്തിലാണ് ക്രഷിങ് എന്ന് പറയുന്നത്. ഇന്ന് ആൾക്കാർക്കാണ് ആകർഷണത്തിലാണ് ക്രഷ് എന്ന് പറയുന്നത്. ഭയങ്കരമായ വാക്കിന് ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഞെരുക്കത്തിൻ്റെ സമയത്ത് അടക്കം ചെയ്യപ്പെട്ട അഭിഷേക വചനങ്ങൾ വാതിൽ തുറക്കും. എന്നിട്ട് അതാണ് പറയുന്നത്, ആ സമയത്ത്. അതാണ് ഈ വചന വായനയുള്ള ഗുണം. അതാണ് വചനം വായിക്കുമ്പോൾ ഒരു ഇൻഫർമേഷന് വേണ്ടി വായിക്കരുത്, ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി വായിക്കണം. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ് സമ്പാദിക്കാൻ വേണ്ടി. ട്രാൻസ്ഫോർമേഷൻ എന്താണ്? വചനം കേട്ടിട്ട് നമ്മൾ തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറയാൻ നമ്മളെ തന്നെ മാറ്റാൻ വേണ്ടി വായിക്കണം. ഈ ട്രാൻസ്ഫോർമേഷന് വേണ്ടി വചനം വായിച്ചാൽ അഭിഷേക വചനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അഭിഷേക വചനം എന്ന് പറയുന്നത് ഒരു വചനത്തിലൂടെ ദൈവം നമ്മളോട് എപ്പോൾ ഇടക്കിടക്ക് ആ ഒരു മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഇവളോട് പറഞ്ഞ യശ്രൂമിൻ്റെ വചനമില്ലേ, അതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനങ്ങനെ പെട്ടെന്നങ്ങനെ ചെയ്തപ്പോൾ ഒരു വചനം എൻ്റെ മനസ്സിൽ വന്ന്, എന്താണ്? നിൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയില്ല. അത് എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടതാ. എത്രയോ കുരിശിൻ്റെ വഴികളിൽ 10,000 പ്രാവശ്യം കേട്ടു. പക്ഷെ ഇപ്പോൾ കർത്താവ് നേരിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ രണ്ടാമത് പോയി നോക്കി. എന്താണ്? നിൻ്റെ നിർമ്മലൻ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ചൊല്ലിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സങ്കീർത്തനം 10-ാം തിരുവചനം. സങ്കീർത്തനം 16:10. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അപ്പൊ ഈ വാക്കാണ്, എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയില്ല. ഇത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നതാ. ഒരു പ്രത്യേകമായ ഒരു വിഷയത്തെക്കുറിച്ച് ഞാനിങ്ങനെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരോടൊക്കെ ഒന്നും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു വിഷയമായിരുന്നു. ഞാനുമായിട്ട് ബന്ധപ്പെട്ടതുമാണ്, ഈ പ്രസ്ഥാന ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഈ വിഷയത്തിൻ്റെ റീഡിങ് എങ്ങനെ പോകുന്നു, കർത്താവ് വിഷയത്തിൽ എന്ത് തീരുമാനം എടുക്കും എന്ന് ഞാൻ കർത്താവിനോട് ആലോചന ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വചനം വരണത്. ഇതിന് അഭിഷേക വചനം എന്ന് പറയുന്നത് എന്താണ്? നിൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയില്ല. ഈ ലോകത്ത് സംഭവിക്കുന്ന വിഷയങ്ങളെ ദൈവം കെട്ടുക, അഴിക്കുക എന്നുള്ള വാക്കിലാണ് വെക്കണത്. അതായത് നമ്മൾ തകർച്ച എന്നൊക്കെ പറയാം അല്ലേ? കരിസ്മാറ്റിക് ആരുമ്പോഴേക്ക് പറയണത് തകർച്ച, മുറിവെന്നൊക്കെ പറയത്തില്ലേ? പക്ഷേ അതിൻ്റെ അഭിഷേക തലത്തിൽ അത് വരണത് അഴിച്ചിലെന്നാണ് പറയണത്. അഴിച്ചിലും കെട്ടലും എന്ന് പറയും. കർത്താവ് ഉപയോഗിക്കുന്ന വാക്ക് അഴിച്ചിലാണ്. അപ്പോൾ ഇതിൻ്റെ വിഷയം എന്ന് പറയണത് ദൈവം ഈ വിഷയത്തിൽ തീരുമാനം എടുക്കാൻ നേരത്ത് പറയും, നിൻ്റെ നിർമ്മലൻ, എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുക. പ്രൊട്ടക്ഷനാണ് സംഭവം. എന്നുവെച്ചാൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കുമെന്നായി പറയണത്. ഈ വിഷയത്തിൽ കർത്താവ് ഇത് ഏറ്റെടുക്കും എന്ന് പറയണം. ഇതൊരു അഭിഷേക വചനമാണ്. അഭിഷേക വചനം പറയും, ഇതിപ്പോൾ എല്ലാവർക്കും വേണ്ടതാണിത്. അത് നമുക്ക് ഈ വചനത്തിലൂടെ വരുന്നൊരു വിഷയം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ബൈബിളിൽ വായിച്ചിട്ട് ആ നിൻ്റെ എന്നുള്ള വാക്ക് വരച്ച് ചുവപ്പ് മഷിയിൽ വരച്ചിട്ട് നിൻ്റെ നിർമ്മലൻ, എൻ്റെ എന്നുള്ള എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ലെന്നല്ല. പിന്നെ എന്താ പ്രശ്നം? എൻ്റെ നിർമ്മലൻ അവിടെ വിഷയം.
ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് അങ്ങനെയാണ്. ദൈവത്തിൻ്റെ സ്വകാര്യ ബന്ധത്തിലേക്കാണ് നിങ്ങളെ ഉടമ്പടി ചേർത്തിരിക്കുന്നത്. നിർഭാഗ്യവശാൽ നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് എന്ത് പരിപാടിയുമായിട്ടാണ്? നിങ്ങളുടെ വീട്, ജോലി, വിവാഹം, വിസ പ്രോസസ്സിങ്ങുമായിട്ടാണ്. അതാണ് വിഷയം വന്നിരിക്കുന്നത്. അതൊരു വല്ലാത്ത തോൽവിയാണ് ഈ വിഷയം. നിങ്ങൾ ഉടമ്പടി 3 പുതുക്കിയാലും 30 പുതുക്കിയാലും നിങ്ങളുടെ വിഷയമായിട്ട് നിങ്ങൾ ലിങ്കാകുന്നിടത്തോളം കാലം ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഉടമ്പടി എന്ന് പറയുന്നത് ഇറ്റ്സ് ബൈലാറ്ററൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ യു ആൻഡ് ഗോഡ്. നിങ്ങളും ദൈവവും തമ്മിലാണ്, അല്ല നിങ്ങളുടെ വസ്തുക്കളും തമ്മിലല്ല, നിങ്ങളുടെ വിഷയങ്ങളും തമ്മിലല്ല നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഗതികേട് കൊണ്ടും വിവരമില്ലായ്മ കൊണ്ടും നിങ്ങൾ ദൈവാനുഗ്രഹത്തെ അളക്കണത് നിങ്ങൾ കിട്ടിയിരിക്കുന്ന ആനുകൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദാറ്റ് ഈസ് നോൺസെൻസ്. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ ഉടമ്പടി എന്ന് പറയുന്ന സാധ്യത, ദൈവം തുറന്നിട്ടിരിക്കുന്ന സാധ്യതയിലൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ നിർമ്മലനാകാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. എൻ്റെ ദൈവം എന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കക്ഷിയാണെന്ന് പറയും. അത് അവസാനം വരെ പറയും. ദൈവം ഒരിക്കൽ പറഞ്ഞാൽ ഇടയ്ക്ക് പറയാതിരിക്കത്തില്ല. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ദൈവത്തിൻ്റെ ഒരു പരാജയവും അതാണ്. ദൈവം ഒരിക്കൽ നിങ്ങളെ ഒരു റെക്കോർഡ് വീണ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു ചാട്ടക്കാരൊക്കെ ചാടുമ്പോഴും അവരൊരു റെക്കോർഡ് ഇടും. ഇപ്പോൾ 53 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞ് റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ അതാണ് 58 ഇഞ്ചാണ് നിങ്ങൾ ചാടിയെങ്കിൽ പിന്നെ നിങ്ങൾ വയസ്സാകുന്ന അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത്രയും ചാടാൻ പറ്റത്തില്ല. അതായത് മനുഷ്യൻ ഒരിക്കലിട്ട റെക്കോർഡ് അവന് എല്ലാ കാലത്തും കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അവന് പ്രായമാകുന്നതനുസരിച്ചിട്ട് അത് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ദൈവം കൗണ്ട് ചെയ്യണത് എന്തായിരിക്കും? നീ ഇട്ട റെക്കോർഡായിരിക്കും കൗണ്ട് ചെയ്യണത്. അത് ഭയങ്കര സീരിയസ്. അത് ദൈവത്തിൻ്റെ ഒരു തോൽവിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു കാലത്ത് നീ ഏറ്റവും നിലവാരമുള്ള ഒരു ദൈവസ്നേഹം കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവവേദന പിന്നീട് നീ ഇത്തിരി കുറഞ്ഞു പോയാലും ദൈവം പരിഭവപ്പെടും എന്ന് പറയാം. നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ഇന്ന് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ ദൈവം നീയാണേ, മഹത്വത്തിൻ തീയാണേ. എന്റെ ദൈവം നീയാണേ, മഹത്വത്തിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. വെളിപാട് 2:4. വെളിപാട് 2:4. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. ഇടയ്ക്ക് ഇങ്ങനെ പരാതിപ്പെട്ടുകൊണ്ടിരിക്കും. കാര്യം എന്താണ്? ആദ്യം ഉണ്ടായിരുന്ന സ്നേഹത്തെ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. അത് ദൈവം. അപ്പം നമ്മുടെ മുമ്പിലുള്ളൊരു വിഷയം എന്താണെന്നറിയോ? നിങ്ങളൊരു നല്ല കണ്ണും കാണാപ്പഴ ചെയ്യും കേൾക്കാം ജീവിക്കുകയും ചെയ്യാമുള്ള കാലത്ത്, നല്ല കാലത്ത് നല്ല റെക്കോർഡ് ഇടാൻ നോക്കണം. അതാണ് നമ്മുടെ ഉടമ്പടി. നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത് അതാണ്. സാർ, ഉടമ്പടി നല്ല ആരോഗ്യവും അത്യാവശ്യം ബുദ്ധിയും ബോധമൊക്കെ വർക്ക് ചെയ്യണ കാലത്ത് ഒരു റെക്കോർഡ് ഇടണം ദൈവത്തിരുസന്നിധിയിൽ. ദൈവസ്നേഹത്തിൻ്റെ റെക്കോർഡ്. ദൈവസ്നേഹത്തിൻ്റെ റെക്കോർഡെന്ന് പറയുമ്പോൾ അതിന് ഈ റോമർ 8:35 വെച്ചാണ്. എന്തൊക്കെയാണ് റോമർ 8:35? എന്തൊക്കെയാണ്? അവിടെയെല്ലാം ദൈവസ്നേഹത്തിന് നമ്മൾ അനുഭവിക്കുന്ന നെഗറ്റീവ് അനുഭവത്തെക്കാൾ മുകളിൽ നിർത്തുമ്പോഴാണ് റെക്കോർഡ് വീഴണത്. അത് വായിച്ച് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ. അപ്പോൾ പട്ടിണി ഉണ്ടാകും, ക്ലേശം ഉണ്ടാകും. ഈ സമയത്ത് എന്തിനുള്ളതാണ്? ഇതെല്ലാം റെക്കോർഡ് ഇടാനുള്ളതാണ്. എപ്പോഴും ഓർത്ത് വയ്ക്കണം. അതല്ല അയ്യോ ഇതെൻ്റെ വിധിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിധി അനുഭവിച്ച് തീർക്കാനുള്ളതല്ല. ഇതൊക്കെ ദൈവത്തിരുസന്നിധി ഇത് എപ്പോഴും ഇങ്ങനെ ഇടാൻ പറ്റത്തില്ല. അത് റെക്കോർഡ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ റെക്കോർഡ് ഇടാൻ വേണ്ടിയുള്ള സമയമാണ്. അത് വായിച്ച് എന്തൊക്കെയാണ് വായിച്ചത്? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ. ഇതെല്ലാം നെഗറ്റീവാണ്. ആപത്ത്, വാള്, അല്ലേ, രോഗം, പട്ടിണി, ക്ലേശം, ഇതെല്ലാം നെഗറ്റീവാണ്. അപ്പം നീ ഇപ്പം നിൻ്റെ ഭർത്താവ് അല്ലെ ഭാര്യ ഇട്ടച്ചും പോയി നിന്നെ
നീ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ഒരു വാശിപ്പുറം പോയതാ, പിന്നെ വാശി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയാണ്. പക്ഷേ ദൈവത്തിൽ ഇതാണ് റെക്കോർഡിങ് ടൈം. റെക്കോർഡ് ടൈം ഇതാണ്. എന്ന് വെച്ചാൽ നീ ഇപ്പോൾ എന്താ, അവൾ വന്നില്ലല്ലോ, ചേൻ വിളിച്ചില്ലല്ലോ, വിളിച്ചാൽ മതിയായിരുന്നല്ലോ, ഞാൻ പിന്നെ ആണ് അങ്ങോട്ട് ചെല്ലണമെങ്കിൽ പിന്നെയും പട്ടിയപ്പോലെ അവിടെ ജീവിക്കേണ്ടി വരികയില്ലേ, അത് കഷ്ടമല്ലേ, അമ്മ എൻ്റെ വായിട്ട് കുത്തത്തില്ലേ, ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് മോങ്ങി നിലവിളിച്ച് നടക്കും. അത് അവർ വിളിക്കട്ടെ, ചേൻ വരണ്ട, വന്ന് വരണ്ട, എല്ലാ പെൺപിള്ളേരും പറയണത് ഇച്ചയം വന്ന് വരട്ടെ, ഇച്ചയം വന്ന് വരട്ടെന്നാണ്. അപ്പോഴും കർത്താവ് വരണമെന്ന് പറയത്തില്ല. കർത്താവ് വന്നാൽ എന്ത്, ഇച്ചയനല്ലേ കർത്താവായിരിക്കണത്. ഈ അറിയാത്ത വിഗ്രഹങ്ങൾ ഭയങ്കരമായിട്ടുണ്ട്. ഈ പ്രാർത്ഥന വന്നിരിക്കുന്ന കള്ളപ്രാർത്ഥനയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയാതെ ഏതോ വിഷയം കർത്താവായിട്ട് മാറും. അത് എപ്പോഴും ഓർത്ത്, ഇപ്പം നിങ്ങളിപ്പോൾ 6 മാസം നിങ്ങളെ പിരിഞ്ഞ് നിൽക്കണ ജീവിത പങ്കാളി എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ മകൻ വിളിക്കണില്ലെന്ന് വിചാരിച്ചോ. മകൻ വിളിക്കണില്ല, എൻ്റെ അച്ഛൻ വിളിക്കണില്ല, അച്ഛൻ അവൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ എന്ത് ഇപ്പോൾ വെച്ചാൽ മാതാവായാലും കർത്താവായാലും ഇപ്പം ഇവരെ കാണുമ്പോൾ ഓടിക്കളഞ്ഞിപ്പിക്കുവാറും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മാതാവ് മകളാണ്. അതാണ് വിഷയം. ഇവരെ കാണുമ്പോൾ ഇവർ കൃപാസനത്തിൽ ഫോട്ടോയും കൊണ്ട് കയറുമ്പോൾ തന്നെ കൃപാസനത്തിലുള്ള മാതാവ് അപ്പം തന്നെ തുണിയെടുത്ത് മുഖത്തിടും. എന്താ കാര്യം, ഇവർക്ക് ആരാണ് മാതാവ്? മകളാണ് മാതാവ്. അവളെ വിളിക്കണില്ലെന്ന് പറഞ്ഞിട്ട് ഉറങ്ങിയിട്ടില്ല ഈ പിശാച്. അതാണ് വിഷയം. അവൻ വിളിക്കണില്ലെന്ന് ഈ സാധനം ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇവളുടെ ദൈവം ആരാണ്? ആ വിളിക്കാത്ത ഭർത്താവോ ഭാര്യയോ ആരാണ്? ഈ സാധനം ഉള്ളതുകൊണ്ട് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇത് റെക്കോർഡ് ഇടുന്ന ടൈമാണിത്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് ഇതൊക്കെ പറഞ്ഞു തരത്തുള്ളൂ. ലോകാരൂപി ഒന്നും പറഞ്ഞ്, ലോകാരൂപിയിലാണെങ്കിൽ ഇതൊന്നും കിട്ടത്തില്ല നമുക്ക്. പരിശുദ്ധാരൂപി ഉണ്ടെങ്കിൽ പറയും, എൻ്റെ ദൈവത്തിലെ 6 മാസമല്ലേ, ഇനി ഒരു 6 കൊല്ലം കഴിയട്ടെന്ന് വിചാരിച്ചോ, നീ നിൻ്റെ വിശ്വാസത്തിൽ മുന്നോട്ട് പോകും. നിന്നെ കല്യാണം കഴിച്ചിരിക്കണ കർത്താവാണ്. അല്ല ഇന്നലെ നീ കണ്ടുമുട്ടിയ, നിൻ്റെ 20ാമത്തെ വയസ്സ് കണ്ടുമുട്ടിയ ആളല്ല. നിന്നെ ജനിക്കണ മുമ്പ് നിൻ്റെ അമ്മയുടെ ഉദരത്ത് ഉരുവാക്കിയ ഞാനാണ് നിൻ്റെ ഭർത്താവെന്ന്. കണ്ടാ, അത് പറയണതാണ് ആര് പറയും? പരിശുദ്ധാത്മാവേ പറയത്തുള്ളൂ. എൻ്റെ ദൈവത്തിലെ നിങ്ങൾ നേടാത്ത ഓരോ കാര്യത്തിൻ്റെയും കാരണങ്ങൾ കർത്താവിനെ നിങ്ങൾ കർത്താവാകാത്തത് കൊണ്ടാണ്. യേശു കർത്താവാണെന്ന് നമ്മൾ അതരം കൊണ്ട് ഏറ്റുപറയണമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ കർത്താവിൻ്റെ പോലും കാലെ പിടിക്കണത് എന്തിനാണ്? നിങ്ങളുടെ ദൈവമായിട്ട് കാണുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നടത്തിയെടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ കർത്താവിൻ്റെ കാലെ പിടിച്ച് നടക്കണം. അത് ദൈവത്തിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ബുദ്ധിയുള്ളവരാണെങ്കിൽ കർത്താവ് വിളിക്കണം വിവേകമതി എന്ന് വിളിക്കണം. വിവേകമതികളെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാ മണവാളൻ വരുമ്പോഴും എണ്ണ സൂക്ഷിച്ചിരിക്കണം. കർത്താവ് കന്യകമാരെ വിളിച്ച് പറയണ വിവേകമതികളെന്നാണ് പറയണത്. കന്യകമാർ 2 പേരുണ്ടാവും. വിവേകരഹിതകളും ഉണ്ടാവും, വിവേകമതികളും ഉണ്ടാവും. വിവേകമതികളെന്ന് പറയണത്, വിവേകരഹിതകളെന്ന് പറയണത് മണവാളൻ വരാൻ വൈകും എന്നോർത്തിട്ട് എന്ത് പറ്റും? എണ്ണ എടുക്കാതെ അവിടെ കിടന്ന് ഉറങ്ങും. മണവാളൻ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? അവർ ആവശ്യമില്ലാത്ത സമയത്ത് കത്തിച്ചിട്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ആവശ്യമില്ലാത്ത സമയത്ത് എണ്ണ കത്തിച്ച് കളഞ്ഞിട്ടാണ് മണവാളം വന്നപ്പോൾ എണ്ണയില്ലാതെ വന്നത്. ഈ മണവാളം വരാൻ താമസിക്കണ എന്തുകൊണ്ടാണ്? അതിന് ഒരു കാരണം, ഈ യഥാർത്ഥത്തിൽ മണവാളനെ വരവേൽക്കാൻ ഒരുങ്ങാത്ത ആൾക്കാരുള്ളത് കൊണ്ടാണ് മണവാളൻ വരാൻ താമസിക്കുന്നത്. അതുകൊണ്ടാണ് ഒരുങ്ങി നിന്നവർ അവൻ്റെ കൂടെ മണവരെ പ്രവേശിച്ചെന്ന് പറയണത്. അത് ആ വാക്ക് തന്നെയാണ് ഈശോ ഉപയോഗിച്ചിരിക്കുന്നത്. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അപ്പോൾ ഈ തെളിച്ച ദീപം എന്തിൻ്റെതാണ്? വിശ്വാസത്തിൻ്റെ ദീപമാണ് തെളിച്ചിരിക്കുന്നത്. പലപ്പോഴും ദൈവം നോക്കണത് എണ്ണ വറ്റിക്കാനേ നോക്കത്തുള്ളൂ. എന്താണ് ദൈവത്തിൻ്റെ നടപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോഡ് പാർട്ടിനെയൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയുക എന്നുള്ളതാണ് സംഭവം. എന്താ വെച്ച് കഴിഞ്ഞാൽ ജോലി, വീട്, വിവാഹം, പിള്ളേർ, ഇതിനു വേണ്ടി മാത്രം ദൈവത്തിൻ്റെ കാലെ പിടിച്ച് നടക്കുന്ന ആൾക്കാരെ കുറച്ച് കഴിയുമ്പോൾ ദൈവം മാറ്റും. എപ്പോഴും കാര്യം അവിടെ എണ്ണ പറ്റിപ്പോവും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, മണവാളം വരാൻ വൈകും. അപ്പം എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിക്കും. അപ്പം മനുഷ്യപുത്രൻ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ വരുമ്പോൾ വന്നതും വരാത്തതും ഒരുപോലെയാകും. എന്താ കാര്യം? നിൻ്റെ എണ്ണ കത്തിപ്പോയി. നിനക്ക് ജോലി കിട്ടി, നീ കല്യാണം കഴിച്ചു, നിനക്ക് പിള്ളേരുണ്ടായി, പക്ഷേ എണ്ണ പറ്റിപ്പോയി. എന്താ കാര്യം? അത് ആണൊരു ട്രാജഡി. മനുഷ്യൻ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ട്രാജഡി അതാണ്. എന്താ കാര്യം? ദൈവം നീ ചോദിച്ചതെല്ലാം നിനക്ക് തരും, പക്ഷെ വരുമ്പോൾ നിൻ്റെ കയ്യിൽ വിശ്വാസം ഉണ്ടാകുമോ? കാര്യം എന്താ? വിശ്വാസം ഇല്ലാത്തതിൻ്റെ കാരണം നീ അന്ന് പറയണത്, ഉടമ്പടി എടുക്കാത്ത ജിത്തുവിന് ജോലി കിട്ടി,
ദുഃഖ വെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോകാത്ത എൻ്റെ കൂട്ടുകാർക്ക് ജോലി കിട്ടി. അതുപോലെ ഇപ്പം എനിക്ക് കിട്ടിയെന്ന് പറയാം. വിശ്വാസം പോയില്ലേ? ഇതൊന്ന് ദൈവമായിട്ട് ഇങ്ങനെ സത്യസന്ധമായിട്ട് പോയാൽ മാത്രമേ നമുക്ക് ഒരു നിലനിൽപ്പിൻ്റെ വരവെന്ന് പറയത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, വിശ്വാസം സംരക്ഷിക്കാൻ ഏതെങ്കിലും ക്ലേശങ്ങളിലൂടെയാണ് പോണതെങ്കിലും നിങ്ങൾ ചിന്തിക്കണം, കർത്താവേ ഈ വിഷയം നിറവേറുന്നൊരു സമയമുണ്ടാകും, എൻ്റെ കല്യാണം നടക്കുന്നൊരു സമയമുണ്ടാകും, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നൊരു സമയമുണ്ടാകും, എനിക്ക് ജോലി കിട്ടുന്നൊരു സമയമുണ്ടാകും. അപ്പോൾ ഇന്ന് കാണുന്ന വിശ്വാസം അന്ന് ഉണ്ടാകുമോ? അതാണ് ഒരു വിഷയം. ചിലപ്പോൾ ഉണ്ടാകത്തില്ല. നീ അത് കോമൺ ആയിട്ട് എടുക്കും. ഇത് എല്ലാവരും, ഞാൻ മാത്രമല്ല, ഉടമ്പടി എടുക്കാത്തവരും വിശുദ്ധ ജീവിതം ഇല്ലാത്തവരുമൊക്കെ ഭൗതിക ആനുകൂല്യം നേടുന്നില്ല എന്ന് ചോദിക്കും. അപ്പോൾ ഭൗതിക ആനുകൂല്യം നേടാത്തതായിട്ട് നമുക്കുണ്ടാകുന്ന നേട്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് വിശ്വാസം നിലനിർത്താൻ നിനക്ക് പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് വിഷയം. മനസ്സിലായില്ലേ? അത് മറ്റുള്ളവർ നേടിയോ നേടാതിരിക്കുകയൊന്നും അല്ല പ്രശ്നം. മറിച്ച് ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഞെരുക്കങ്ങളിൽ അതിജീവിത വിശ്വാസം, അതായത് അഗ്നിശോധന അതിജീവിക്കുന്ന വിശ്വാസം നീ ആർജിച്ചിട്ടുണ്ടെങ്കിൽ ആ ആർജിത വിശ്വാസമാണ് നിനക്ക് ആർജിത കൃപയ്ക്ക് സഹായമാകണത്. ഇപ്പോൾ ചില കാര്യങ്ങൾക്ക് ആർജിത കൃപ വേണം. ആർജിത കൃപ വേണമെങ്കിൽ ആർജിത വിശ്വാസം വേണം. ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? ആർജിത കൃപ, സാധാരണ കൃപയേക്കാൾ എക്സ്ട്രാ ആയിട്ടുള്ള. ഇപ്പം ഇത് മൂലം അപ്പം കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, എന്നാ ചോദിക്കണേ? ശ്രുതികടെ ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ഇപ്പം ഈ വചനങ്ങൾ ആർക്ക് ഗ്രഹിക്കാൻ കഴിയും? ഇത് കഠിനമാണെന്ന് പറയുമ്പോൾ ഈശോ പറയും ഇതിനുള്ള വരം ലഭിച്ചവർക്കല്ലാതെ അത് ഗ്രഹിക്കാൻ കഴിയത്തില്ല. അപ്പോൾ വരം ലഭിക്കുന്നത് അന്നാണ് ഈ ആർജിത വിശ്വാസം എന്ന് പറയുന്നത്. ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ മഹത്വം മഹത്വം. എന്റെ ദൈവം നീയാണേ, മഹത്വത്തിൽ നീയാണേ. എന്റെ ദൈവം നീയാണേ, മഹത്വത്തിൽ നീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. എന്റെ ദൈവം നീയാണേ, മഹത്വത്തിൽ നീയാണേ. എന്റെ ദൈവം നീയാണേ, മഹത്വത്തിൽ നീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. യോഹന്നാൻ 6:60. ഇത് കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? കഠിനകാലം ഉണ്ടാവും. ഇപ്പം നിങ്ങൾ ചില കഠിനകാലത്തിലാണ്. ഈ കഠിനകാലമാണ് റെക്കോർഡിങ് ടൈം എന്ന് പറയണത്. അവിടെ ശ്രദ്ധിക്കണം. അതായത് കഠിനകാലം എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി ഒരടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇത് നിറവേറാം, പക്ഷെ നിറവേറണമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ സാക്ഷിയുടെ ഒരാളെന്ന് വെച്ചാൽ അനിലയുടെ സാക്ഷി എന്ന് വെച്ചാൽ അനില ജർമ്മനി പോകാൻ വേണ്ടി കുറേ ആൾക്കാർക്ക് ഏജൻസിക്ക് ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടിയിലാണ്. എന്നിട്ട് ജർമ്മനി പോകാൻ വേണ്ടി ഫയൽ പ്രോസസ്സിങ്ങിന് കൊടുത്ത്. അപ്പോൾ അങ്ങനെ കൊടുത്ത് മൂന്ന് പേർക്ക് കൊടുത്ത്. ആദ്യം കൊടുത്ത് അത് ഫ്ലോപ്പായിപ്പോയി. രണ്ടാമത് പേരെ ഏജൻസിക്ക് കൊടുത്ത്. അവർ പറഞ്ഞ് ഞങ്ങളിത് ആദ്യമാണ്, നോക്കാം. അതും ഫ്ലോപ്പായിപ്പോയി. മൂന്നാമത്തത് പറയും ഈ ഫിസിയോതെറാപ്പിസ്റ്റിനെ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞെന്ന് അവസാന കൈക്ക് പറയും. അങ്ങനെ ഈ ഉടമ്പടി എടുത്ത് 1 കൊല്ലമായി. പക്ഷേ 3 ഏജൻസികളും ഫ്ലോപ്പായിപ്പോയി. മനസ്സിലായില്ല? ഇതാണ് കഠിനകാലം എന്ന് പറയുന്നത്. ഈ വചനം കഠിനമാണെന്ന് പറഞ്ഞില്ലേ? കഠിനകാലം.
കഠിനകാലത്ത് ചില ആൾക്കാർ വിചാരിക്കും മൂന്നെണ്ണം ഫ്ലോപ്പായില്ലേ, അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയൊക്കെ തോന്നുമ്പോൾ ചെല്ലാം, രോഗികളെ പോയി കാണണമെന്നില്ല, വല്ലതും കണ്ണേക്കൊള്ളാം. അപ്പം പിന്നെ നമ്മൾ ഉഴപ്പും. കഠിനകാലം എന്താണ്, അതായത് സ്റ്റാൻഡേർഡ് ഉഴപ്പുകാർക്കാണ് കഠിനകാലം കൂടുന്നത്. എപ്പോഴും ഓർത്തേക്കണം. കാര്യം അവരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം അനുഗ്രഹം അടിച്ചു മാറ്റി തല തുണിയിട്ട് മുങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സാക്ഷ്യം പോലും പറയത്തില്ല. അത് ദൈവത്തെ അറിയാം, ഫ്രോഡാണെന്ന് അറിയാൻ ദൈവത്തെ അറിയാം. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഇട്ടുകൊണ്ട് ദൈവത്തെ അത് ഈ പറഞ്ഞ വ്യക്തി ഫ്രോഡാണെന്നല്ല എൻ്റെ അർത്ഥം. പല ആൾക്കാർക്ക് ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്. ഇപ്പം നോക്കി ഇവരുടെ അവസ്ഥ തന്നെ നോക്കിയാണ്. ഇവർ ഫ്രോഡൊന്നുമല്ല, പക്ഷേ ഇവർക്ക് ഒരു പണിയുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവർ ഒരു കൊല്ലമായിട്ട് 3 ഏജൻസിനെ മാറ്റി മാറ്റി കാശ് കൊടുക്കുന്നു, ഫയൽ കൊടുക്കുന്നു. ഈ 3 കൊല്ലമായിട്ട് 3ഉം ഫ്ലോപ്പായി പോയി. ഉടമ്പടി ഒരു കൊല്ലവും ആകുകയും ചെയ്തു, 1-2 പുതുക്കുകയും ചെയ്തു. ഒരു മാറ്റവും ഇല്ല ജീവിതത്തിൽ. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു ബോധം വന്ന്. എന്താ കാര്യം എന്നറിയാമോ? അവർക്ക് വന്ന ബോധം ഇതാണ്. ഒരു ദിവസം ഒരു സാക്ഷ്യം കേട്ടിവൾ. അപ്പോൾ ഈ 1 കൊല്ലം മുഴുവൻ സാക്ഷ്യമൊന്നും കേട്ടിട്ടില്ല ഇയാൾ. അച്ഛൻ്റെ ധ്യാനപ്രസംഗം കേട്ടിട്ടില്ല. വന്ന് ഉടമ്പടി എടുത്ത് പോയെന്നേ ഉള്ളൂ. ഈ ചൊവ്വാഴ്ചയുള്ള ധ്യാനമാണ് ഇതിൻ്റെ മെയിൻ സംഭവം. പിന്നെ സാക്ഷ്യങ്ങളോ, അതിലൂടെയാണ് നമ്മൾ പരുവപ്പെട്ട് വരണത്. ഇതൊന്നും ഇവർക്ക് പ്രശ്നമില്ല. അവർ പത്രം കൊടുക്കത്തില്ല, ചിലപ്പോൾ കൊടുക്കും, കുറച്ച് അവിടെ ഇരിക്കും, അങ്ങനെയൊക്കെയുള്ള. അതുകൊണ്ട് 1 കൊല്ലം മുഴുവനും റിജക്ഷനാണ് വരുന്നത്. റിജക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇവളുടെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയെ പ്രാർത്ഥന ഉള്ള കാരണം ഇവർക്കൊരു പ്രേയർ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൾ വീണ് പോണില്ല. അപ്പോൾ ഇവർക്ക് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ദൈവം ഇവരൊരു സാക്ഷ്യം കേൾപ്പിച്ചു. സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇവൾ ഉടമ്പടിയിലല്ലെന്നുള്ള മനസ്സിലായത്. സാക്ഷ്യമാണല്ലോ എൻ്റെ മെയിൻ സംഭവം. സാക്ഷ്യം എടുത്തവർ ഉടമ്പടിയിൽ എങ്ങനെയാണ് ജീവിച്ച് അത് ക്രാക്ക് ചെയ്തതെന്നാണ് നമ്മൾ സാക്ഷ്യം പറയണത്. പക്ഷേ ഇവർ സാക്ഷ്യം വായിക്കത്തില്ല, സാക്ഷ്യം കേൾക്കത്തില്ല. അത് കാരണം ഇവർക്ക് പുരോഗതിയില്ല ഉടമ്പടിയിൽ. ഉടമ്പടി കൊണ്ടുവന്ന് എന്തൊക്കെ എഴുതിയിട്ട് ഡംപ് ചെയ്ത് നേർച്ചപ്പെട്ടി കൊണ്ടുവന്ന് എഴുതിയിട്ടും പോകും. അങ്ങോട്ട് കിടന്ന് നോക്കും. ഇവിടെ വന്ന് ഇപ്പം ഞാനിപ്പോൾ ആളെ വെക്കാൻ പോവുകയാണ് ഫോട്ടോനെ പിടിക്കാൻ വേണ്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇവിടെ എല്ലാം നോക്കുമ്പോൾ ഈ ആൾക്കാരെ കയറി ഉടമ്പടി ചെയ്യണത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. കുറേ കാര്യങ്ങൾ ഏറ്റെടുക്കണം. അതിനൊന്നും ഇവർ തയ്യാറല്ല. അതായത് കൈ നനയാതെ മീൻ പിടിക്കണം. അങ്ങനെയുള്ള പക്ക ഫ്രോഡുണ്ട്. ആരെങ്കിലും ദൈവത്തിനെ പറ്റിച്ച് ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് നേർച്ചപ്പെട്ടിയുടെ അകത്ത് കൊണ്ടുവന്ന് എഴുതിയിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉടമ്പടി ചെയ്യാനും നിങ്ങൾക്ക് താല്പര്യമില്ലെന്നും, അത് ഉടമ്പടി ചെയ്ത ജനതയോടും വിശ്വാസത്തോടും സ്ഥാപനത്തോടും ശുശ്രൂഷയോടും ദൈവത്തിൻ്റെ പദ്ധതിയോടുമുള്ള പച്ചയായ വെല്ലുവിളിയായതുകൊണ്ട് മറ്റുള്ളവർക്ക് നീ ദുർമാതൃക കൊടുത്തതാണ്. എപ്പോഴും ഓർത്തേക്കണം. നീ വെറുതെ ആലപ്പുഴ വന്ന് പണി മേടിച്ചിരിക്കുന്നതാണ്. കാര്യം മറ്റുള്ളവർക്ക് നീ ദുർമാതൃക കൊടുത്തു. അത് ഈസിയായിട്ട് അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടി, കൈ നനയാൻ മീൻ പിടിക്കാൻ വേണ്ടി മറ്റുള്ള ദുർമാതൃക കൊടുത്തു. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ നീ തയ്യാറായില്ല. പിശാചിൻ്റെ ഉപകരണമായിട്ടാണ് നീ കൊണ്ടുവന്ന് നേർച്ചപ്പെട്ടി കെട്ടിത്താത്തിയിരിക്കണം. നിൻ്റെ നിയോഗം, നീ ഇതോടുകൂടി നിനക്ക് ഉള്ളത് കൂടി ഉള്ളവരിൽ നിന്ന് അവനുണ്ടെന്ന് കരുതന കൂടി എടുക്കപ്പെടും ഈശോ പറഞ്ഞില്ലേ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. മത്തായി 25:29. മത്തായി 25:29. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. വെറുതെ പറഞ്ഞതല്ല. ദൈവസ്നേഹമില്ല, ദൈവവിശ്വാസമില്ല, വെറുതെ വല്ലതൊക്കെ എഴുതിയിട്ടിട്ട് നേർച്ചപ്പെട്ടി കൊണ്ടൊന്ന് കെട്ടിത്താത്തും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കുറിച്ച് എന്താ കർത്താവിൻ്റെ വചനം പറഞ്ഞത്? അവർക്ക് ദൈവസ്നേഹമില്ല, ദൈവവിശ്വാസമില്ല, പിന്നെ കൈ നനയാതെ മീൻ പിടിക്കാൻ വേണ്ടിയുള്ള പരിപാടിക്ക് വന്നിരിക്കുകയാണ്. ഉള്ളതുകൂടി ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും. അതാണ് ഞാൻ പറഞ്ഞ കാര്യം. ഒരിക്കൽ നിങ്ങൾ ചെയ്യരുതത്. ഇത് പിന്നെ ആർക്കാ ചെയ്യാൻ പറ്റാത്തത്? ഇതെന്ന് പറയുമ്പോൾ ഇത് ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി മനുഷ്യൻ ഈ കാലങ്ങളിൽ ദൈവം കൊടുത്തൊരു പദ്ധതിയാണ്. ജീവിച്ചാൽ മാത്രം പോലെ ദൈവത്തിന് ബോധ്യമാകണം. അതാണ് പ്രശ്നം. നിങ്ങൾ എന്തെങ്കിലും കാണിച്ചിട്ട് കാര്യമില്ല, ദൈവത്തിന് ബോധ്യമാകണം. അത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? വെല്ലുവിളി എന്താണ്? ഇവിടെ കൊണ്ടുവന്ന് എഴുതിയിടണമെന്നല്ല പ്രശ്നം. നിങ്ങളുടെ ജീവിതം ദൈവത്തിന് ബോധ്യമാകാതെ കഴിഞ്ഞാൽ തീർന്ന വിഷയം.
കണ്ട വളഞ്ഞ് നെട്ടലിലൊക്കെ നേരെ വന്നെ കണ്ടില്ലേ? സെക്കൻഡുകൾക്കുള്ള നേരെ വന്നത്. നമ്മൾ സത്യസന്ധരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, അതാ ഞാൻ പറഞ്ഞ റെക്കോർഡ് ഇടേണ്ട ടൈമിൽ ക്ലേശങ്ങൾ വർദ്ധിക്കേണ്ട ഒരു സമയം റെക്കോർഡ് ചെയ്യണം. അവിടെ നീ ഒരു റെക്കോർഡ് ഇട്ടാൽ നിൻ്റെ 90-ാം വയസ്സിലും ഈ റെക്കോർഡായിരിക്കും കൈകാര്യം ചെയ്യണത്. അതാണ് വിഷയം. ഈ റെക്കോർഡായി കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ദൈവതിരുസന്നിധിയിലെ മോശം കാലത്ത് നല്ല റെക്കോർഡ് ഇടാൻ നോക്കണം. വിശ്വാസത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ, സുവിശേഷ സാക്ഷ്യത്തിൻ്റെ നല്ല റെക്കോർഡ്. അങ്ങനെ റെക്കോർഡ് ഇട്ടാൽ ദൈവം അത് ഓർത്തിരിക്കും. എന്ത് ഓർത്തിരിക്കും? നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹമെന്നും പറഞ്ഞ സാധനം, നിൻ്റെ പഴയ സ്നേഹം ദൈവം റെക്കോർഡാണത്, ഓർത്തിരിക്കുകയാണ്. ഇപ്പോഴില്ലെങ്കിൽ അത് പറയും, ഇപ്പം അത്രയും ഇല്ലെന്ന് പറയും. അതിൻ്റെ കാര്യം എന്താണ്? റെക്കോർഡ് ദൈവം സൂക്ഷിക്കുന്നു എന്നാണ്. അത് നിത്യത വരെ ഈ റെക്കോർഡ് സൂക്ഷിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും കാലത്ത് നിനക്ക് ക്ലേശങ്ങളുടെ കാലം, ഇപ്പോൾ ഈ ജോമോളിലെ കർത്താവ് ഇപ്പോൾ സമർപ്പിത നിത്യകന്യകയായിട്ട് ദൈവം ഉയർത്തി. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു എൻ്റെ സെർമണി ബിഷപ്പ് ഹൗസിൽ നടന്നത്. അപ്പം ഞാൻ എപ്പോഴും ഓർക്കും, ഇവരെക്കുറിച്ച് ഓർക്കണമെന്ന് ഞാൻ ഒരിക്കൽ ഇവരുടെ അമ്മയെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി ജോമോളിനെ കർത്താവിനെ ഏൽപ്പിക്കണോ? അപ്പോൾ അവരെന്നെ പറഞ്ഞു, അതെ അച്ഛാ, അവൾ കർത്താവിനുള്ളതാണെന്ന് പറഞ്ഞു. കാര്യം ഞാൻ ചോദിച്ചു വെച്ചാൽ ഇവർക്ക് 3 കൊല്ലമോ മറ്റേ ആമവാദമായിരുന്നു. ആമവാദം. ഈ തല തൊട്ട് ഈ തലമുടി തൊട്ട് നഖം വരെ ഇങ്ങനെ മരവിച്ചിരിക്കും. കിടന്നാൽ തിരിയാൻ പറ്റത്തില്ല. സർവ്വ അസ്ഥികളും പേശികളും ഇങ്ങനെ വേദനിക്കും. പക്ഷേ ഇവർ പുറത്ത് പറയത്തില്ല. ഇവർ കിടക്കുമ്പോൾ തന്നെ ഈ തിരിയണമെങ്കിൽ കുറേ സമയം എടുക്കും. ഞരങ്ങി മൂളി വേദനിച്ചാണ് തിരിയണത്. ഈ തിരിയുമ്പോൾ ഇവിടെ കൈ കൊന്ത ഉണ്ടാകും. അതാണ് വിഷയം. ഈ ഇങ്ങനെ തിരിഞ്ഞ് കിടക്കുമ്പോഴും ആരെങ്കിലും തിരിച്ചിടാൻ ഉണ്ടാകത്തില്ല. വീട്ടിലല്ല, അവരിവിടെ ഒരു സ്ഥലത്ത് താമസിക്കുമായിരുന്നു അന്ന്. ഇവിടെ കൃപാസനത്തിൽ താമസിക്കുന്ന മുമ്പ് ഇവിടെ ജോലി ചെയ്യും, രാത്രി അവിടെ പോയി താമസിക്കും. അപ്പോൾ അവരെ തിരിച്ചിടാൻ പോലും ആരുമില്ല. പക്ഷെ ആ സമയത്ത് ഒരു കൊന്ത കയ്യിൽ നിന്ന് കളയത്തില്ല. വെറുതെ കൊന്തയെ പിടിച്ചിരിക്കുകയല്ല, അതിനുള്ളിൽ അവർ 1000 മണി ജപമാലയൊക്കെ ചെല്ലും. 1000 മണി ജപമാലയൊക്കെ ചെല്ലും. ഈ ആമവാദം വെച്ചുകൊണ്ട് 1000 മണി ചൊല്ലിപ്പിടിക്കും. ഇത് റെക്കോർഡ് ടൈമാണത്. അത് ഞാൻ നിങ്ങളുടെ പറഞ്ഞു, റെക്കോർഡ് ഇട്ടിരിക്കുന്നതാണ്. ഇനി ജോമോളിന് ഒരു സമയമുണ്ടെങ്കിൽ അങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നില്ല. അത് റെക്കോർഡ് ഇട്ടിരിക്കുന്ന ടൈമാണ്. റെക്കോർഡ് ടൈം എന്ന് പറയും. ആ റെക്കോർഡ് ടൈം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവ് ശരീരത്തിൻ്റെ കലപ്പ ഒടിച്ചതാണെന്ന് മനസ്സിലായി. ദൈവവിളിയുടെ ഒരു സംഭവമാണ് കലപ്പ ഒടിച്ച് കളയും. എലീഷാനെ വിളിച്ച സമയത്ത് ഏലിയയുടെ മേലങ്കി കൊണ്ടുവന്ന് എലീഷയുടെ മുമ്പിൽ ഇട്ട് കൊടുത്ത്. എലീഷ മേലങ്കി ശുശ്രൂഷയുടെ കാര്യമായതുകൊണ്ട് എലീഷയ്ക്ക് പെട്ടെന്ന് ഓടിത്തിരിഞ്ഞ് പറയും, പ്രഭു ഞാൻ വീട്ടിൽ നിന്ന് അപ്പനെ ചുംബിക്കട്ടെ എന്ന് ചോദിക്കും. അത് നിൻ്റെ കാര്യമെന്ന് പറയും. എന്നുവെച്ചാൽ ഞാൻ വീട്ടുകാരോട് ഗുഡ് ബൈ പറയട്ടെ എന്നാണ് ചോദിക്കുന്നത്. ഗുഡ് ബൈ പറയട്ടെ, അവർക്ക് അന്ത്യചുംബനം കൊടുത്തിട്ട് ഗുഡ് ബൈ പറയട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അത് നിൻ്റെ കാര്യമെന്ന് പറയും. അപ്പോൾ ഉടനെ ഇയാൾ തിരിച്ച് വന്നിട്ട് കലപ്പ ഉഴുതുകൊണ്ട് നിൽക്കിയിരുന്നു ഇയാൾ. അയാളുടെ ജീവിതമാർഗ്ഗം അതായിരുന്നു. ആ കലപ്പ എടുത്ത് പശുവിനെടുത്ത് കാളയത്തിട്ട് തലക്കെട്ട് തല്ലും. തലേനെ കൊന്നു കളഞ്ഞിട്ട് ആ കലപ്പ കത്തിക്കും. ആ തീയിൽ കാളയെ ചുട്ടിട്ട് അവിടെയുള്ള എല്ലാവർക്കും കൊടുക്കും. അതാണ് എലീഷയുടെ ദൈവവിളി എന്ന് പറഞ്ഞാൽ വല്ലാത്ത ദൈവവിളിയാണ്. അപ്പോൾ അത് എല്ലാവർക്കും എൻ്റെ ജീവിതത്തിലും ഇതുപോലെ കലപ്പ കത്തിക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള കാരണം ഈ കലപ്പ കത്തിച്ചേക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് ഇവിടെ രോഗം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചു ദൈവവിളിയെക്കുറിച്ച്. കാര്യം വീട്ടുകാരുടെ കൺസെൻറ്റ് വേണ്ടേ. അപ്പോൾ ഞാനിവിടെ ട്രെയിനർ എന്ന രീതിയിൽ ഞാൻ കൺഫേംഡായി ഞാൻ ശരിക്കും. നിങ്ങളെ ഓർത്തേക്കണം, നിങ്ങളുടെ മക്കൾ എപ്പോഴെങ്കിലും കർത്താവിൻ്റെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടനെ അത് നേഴ്സാകുക, അല്ലെങ്കിൽ നീ ഡിഗ്രി കഴിയട്ടെന്ന് പറയും. ചില വഞ്ചകരായ മാതാപിതാക്കന്മാർ ദൈവവിളിയെ കൊല്ലണത് എങ്ങനെയാണെന്ന് അറിയാമോ? അവർ പറയും, നീ കൊച്ചാണ്, നീ ഡിഗ്രി കഴിയട്ടെന്ന് പറയും. ഡിഗ്രി കഴിയുമ്പോൾ വീട്ടുകാർക്ക് അറിയാം ഇവിടെ പോകത്തില്ലെന്ന്. തട്ടിപ്പാണ് ശരിക്കും പറഞ്ഞാൽ. അത് ദൈവത്തോട് കാണിച്ച തട്ടിപ്പാണ്. അതുകൊണ്ട് തന്നെ ആ മക്കളെ ഓർത്തുകൊണ്ട് മാതാപിതാക്കന്മാർക്ക് ഇനി നിത്യത വരെ ദുഃഖിക്കേണ്ടി വരും. എന്താ കാര്യം? ദൈവം വിളിച്ചിട്ട് നിങ്ങൾ വിട്ടുകൊടുത്തില്ല. ഞാൻ ഇടവെച്ച് ചെന്നപ്പോൾ ഒരു വല്യമ്മ വന്ന് എന്നെ പരിചയപ്പെട്ട്. അപ്പോൾ വല്യമ്മയുടെ കൂടെ നിൽക്കണ മുനിസിപ്പലുകാരും സൊഡാറ്റിക്കാരും പറഞ്ഞ് ഈ വല്യമ്മക്ക് 10 മക്കളുണ്ടായിരുന്നെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, ആരെങ്കിലും കർത്താവിന് കൊടുത്താ? ഇല്ല, ആരും കൊടുത്തില്ല. ഞാൻ പറഞ്ഞു, പട്ടി പ്രസവിച്ച പോലെ ആയല്ല. തീർന്നില്ല പരിപാടി. അമ്മയുടെ കയ്യിലല്ലേ ഇരിക്കണത്. അമ്മയല്ലേ അതിന് വേണ്ടി പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഒരുക്കിയും അപ്പൻ്റെ സപ്പോർട്ട് വാങ്ങിച്ചും കർത്താവ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ദൈവവിളി എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണെന്ന്? അച്ഛനെയും കന്യാസ്ത്രീയൊക്കെ വായിക്കണ ആൾക്കാർക്ക് പോയി വായിക്കണത്. അത് പല്ല് തക്കാതെ എന്ത് പറയും? ഞങ്ങളൊക്കെ എന്ത് മതം കേട്ടിരിക്കണത്? ഞാൻ ഇന്നും കേട്ടോണ്ടിരിക്കുകയല്ലേ. എന്താ കാര്യം? അതൊക്കെ നമ്മുടെ എക്സ്പെൻഡിച്ചറാണ്. ഈ വിളി സ്വീകരിച്ചതിന് നമ്മുടെയൊക്കെ വാങ്ങിച്ച വിലകളാണത്.
വഞ്ചകനാണ്, തട്ടിപ്പാണ് എന്നൊക്കെ പറയത്തില്ല ആൾക്കാർ. അപ്പോഴെന്താ, നമ്മളതിൻ്റെ പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വി ഹാവ് ടു പേ ഇറ്റ്. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു, നിങ്ങളോട് ആദ്യം എന്താണ്, ദൈവത്തിനൊന്നും അസാധ്യമല്ല, പക്ഷെ ഒന്നും ലളിതമല്ലെന്ന് പറഞ്ഞു. ഇല്ലേ, പറഞ്ഞില്ലേ? എൻ്റെ അർത്ഥം എന്താണ്? ഈ നീതി പൈതൽ എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞത്, നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നുവെന്നുള്ളത് ദൈവത്തെ ബോധ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തേണ്ടി വരും. അത് ചിലപ്പോൾ ക്യാഷായിട്ട് വരും, സഹനമായിട്ട് വരും, ചിലപ്പോൾ തെറ്റിദ്ധാരണയായിട്ട് വരും, ചിലപ്പോൾ നമ്മൾ ബ്രാൻഡഡായിട്ട് വരും. അങ്ങനെയുള്ളൊരു പേയ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മളത് സന്തോഷത്തോടെ കൊടുക്കണം. അതാണ് സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റെന്നല്ലേ പറയണത്. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയണം, നിങ്ങൾ ദൈവത്തിന് കൊടുത്താൽ ദൈവത്തിൻ്റെതാണത്. ദൈവത്തിന് കൊടുത്താൽ ദൈവത്തിൻ്റെതാണ്. ചില അപ്പനും അമ്മയും കൊടുക്കും. ഇപ്പോൾ പരിപാടി ഉണ്ടായി വെച്ചാൽ, എന്തിനാണ് മക്കളെ യൂറോപ്പിൽ വിടാൻ വേണ്ടിയാണ്, എന്നാൽ പിന്നെ ആഫ്രിക്ക വിടാൻ പാടില്ല. ചിലർ ദൈവം വിളിക്കാൻ വേണ്ടി, ഞാൻ ദൈവത്താന്നാണ് ദൈവത്തിന് കൊടുത്ത്, എന്താണ് അവനെ കൊണ്ട് പാസ്പോർട്ട് എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം, അവനെ ചടിച്ച് യൂറോപ്പിൽ വിടണം, എങ്ങനെയെങ്കിലും 10 പൈസ ഉണ്ടാക്കിയിട്ട് കുടുംബം നന്നാക്കണം. അതും ദൈവവിളിയൊന്നും അല്ല. ദൈവത്തിന് കൊടുക്കുന്നത് മിഷനറി ഒന്നും പ്രതീക്ഷിക്കരുത്, അത് ദൈവത്തിന് കൊടുക്കേണ്ടതാണ്. അല്ല ഇടയ്ക്കിടയ്ക്ക് മകനെ വീട്ടിൽ വിളിച്ച് വരുത്തി, മകളെ വീട്ടിൽ വിളിച്ച് വരുത്തി സൽക്കരിച്ച് മകൻ വണ്ടി എടുത്ത് വീട്ടിൽ പോയി ഈ കളിയും കച്ചവടം കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കൃപ നഷ്ടപ്പെട്ടു പോകും. ഇതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇതെന്ന് പറയണത് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തിലാണ് ഈ കൃപകളെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം നമ്മളൊക്കെ ചിലപ്പോൾ സൗജന്യ ദാനമാണെന്നൊക്കെ പറയണതേ ഉള്ളൂ. പേയ്മെൻറ്റ് നടത്തണം, അതിന് പേയ്മെൻറ്റ് നടത്തണം. അപ്പോൾ അങ്ങനെ പേയ്മെൻറ്റ് നടത്തുമ്പോൾ നിങ്ങൾ ഒരു കുഞ്ഞെങ്കിലും നിങ്ങളോട് ദൈവവിളിയെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം അത്. അല്ലെങ്കിൽ പറയും, എടീ ഇതിനൊക്കെ പ്രാന്താണ്, ഈ കാലത്ത് വലിയൊരു രീതിയിൽ പണിക്ക് പോവുക, അവർ നിനക്ക് കിണറ്റ് മുന്തിയിടുവെന്ന്. ആര്? മനോരോഗികളൊക്കെ പോയി കിണറ്റ് ചടിച്ചെടുത്തിട്ടുണ്ട്. അതിന് മടക്കാരെന്ത് ചെയ്യണം? കിണറ്റ്, അതായത് അതിന് മടങ്ങാരെന്ത് ചെയ്യണം? അതെല്ലാം നമ്മുടെ ശുശ്രൂഷകളോട് എതിർപ്പുള്ളവരെ നമ്മളെ കരുതേക്കാൻ വേണ്ടി അതെല്ലാം നമുക്കെതിരെ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ ഉപയോഗിക്കുമ്പോഴും വീണ്ടും ഇവിടെ ദൈവവിളി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? കർത്താവിൻ്റെ വേല, ദൈവമായിട്ട് സ്നേഹമുള്ളവരെ, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരെ അവരെന്നും കാലത്ത് ഉണ്ടാകും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കർത്താവിൻ്റെ ഒരു വിളി തോന്നിയാൽ നിങ്ങൾ എന്നോട് പറയണം, അച്ഛാ എനിക്ക് ജീവിതകാലം മുഴുവൻ കർത്താവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തോന്നുമെന്ന് പറയണം. അപ്പം നിങ്ങൾ ജെനുവിനാണെങ്കിൽ ഞാൻ 3 കൊല്ലം എൻ്റെ ഇവിടെ നിർത്തി നിങ്ങൾ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കും. നിങ്ങൾ ജെനുവിനാണ് നിങ്ങൾക്ക് തോന്നിയ പ്രാർത്ഥനാ ജീവിതം സത്യസന്ധമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ അടുത്ത നടപടികളിലേക്ക് കിടക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ദൈവവിളി തോന്നണം, കൃപാസനത്തിൽ തോന്നണമെന്നുണ്ടെങ്കിൽ കൃപാസനം അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ ലോകത്തിന് കൈമാറാൻ വേണ്ടിയുള്ള മിഷനായിട്ടാണ് തോന്നേണ്ടത്. ഇപ്പം ജോമള അതിനാണ് ഈ ശുശ്രൂഷ സ്വീകരിച്ചിരിക്കുന്നത്. അത് എത്രയോ 10-12 കൊല്ലം ഇവിടെ ജീവിച്ചിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ മക്കളെ ദൈവവിളി, ഇപ്പം ഞാൻ അമ്മയെ നേരെ കണ്ട ഒരാളാണ്. എന്താണ് ദൈവവിളിക്ക് കുറവ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവാനുഭവം ഉള്ളവരുടെ കുറവാണ് ദൈവവിളിക്ക് കുറവ് വന്നതിൻ്റെ കാരണം. വേറെ ഒന്നുമല്ല. കാര്യം ദൈവവിളിക്കൊപ്പം തരാൻ ലോകത്തിൻ്റെ ഒന്നുമില്ല. ഒരു ദൈവവിളിക്കൊപ്പം തരാൻ ലോകത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇനി 16 ലക്ഷം രൂപ ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞാലും ഒരു കഥയുമില്ല. ദൈവവിളി എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ഈശോ പറയണത്, ഞാൻ ചെയ്തത് എന്താണെന്ന് ഇപ്പം നിനക്ക് മനസ്സിലാവത്തില്ല, പിന്നീട് മനസ്സിലാകും. പല മാതാപിതാക്കന്മാരും കുടുംബങ്ങളും നിലനിൽക്കുന്നതും. എൻ്റെ കുടുംബം 120 കൊല്ലം മുമ്പ് ചേട്ടൻ അനിയനെ വെടിവെച്ച് വന്ന കുടുംബമാണ് എൻ്റെത്. എൻ്റെ ജീവിതത്തിൽ എഴുതിയിട്ടുണ്ടത്. ചേട്ടന് അനിയനെ വെടിവെച്ച് വന്നു. അപ്പോൾ എൻ്റെ അപ്പൻ എന്നോട് കുഞ്ഞുനാളിൽ പറയാം, മകനെ ഇതാണ് നമ്മുടെ കുടുംബം, എന്തെങ്കിലും നിൻ്റെ കയ്യിൽ കാശായിരിക്കണ കാലത്ത് നമ്മുടെ കുടുംബത്തോട് കർത്താവ് പൊറുക്കുമെന്ന് പറയും. അപ്പം ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ കയ്യിൽ കാശ വരാൻ വേണ്ടിയാണ്. എനിക്കതിൻ്റെ അകത്ത് എന്തെങ്കിലും കർത്താവിന് കൊടുക്കണ പോലെയോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട പോലെയോ എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയത് കർത്താവിനെ നേടിയെന്നാണ് തോന്നിയത്. അത് തോന്നിയത് മാത്രമല്ല, അത് പിന്നീടുണ്ടായിരുന്ന മുഴുവൻ അനുഭവങ്ങൾ അങ്ങനെയാണ്. ഞാൻ എപ്പോഴും ഈശോയോട് പറയവേ, 10ാം ക്ലാസ്സിൽ പെട്ടി എടുത്ത് ഇറങ്ങിയപ്പോഴേ നീ ഇത്രയും വലിയ സംഭവമാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ എനിക്കറിയാഞ്ഞ കാലത്ത് നീ എന്നെ വിളിച്ചതിന് നന്ദി പറയണമെന്ന് പറയും. അറിവുണ്ട്, എനിക്കറിയാഞ്ഞ കാലത്ത് നീ എന്നെ വിളിച്ചില്ലേ, അത് ഞാൻ നന്ദി പറയണത്. അതിനാണ് എൻ്റെ ഏറ്റവും വലിയ നന്ദി എന്ന് പറയുന്നത്. നമുക്കറിയാഞ്ഞ കാലത്ത് നമ്മളെ വിളിച്ചു, ഇവിടെ വന്ന് അവൻ്റെ കൂടെ കൂടിയപ്പോഴല്ലേ മനസ്സിലായത് അവൻ ആരാണെന്ന്. അവനെക്കുറിച്ച് പഠിക്കാനൊത്ത്, അവനെക്കുറിച്ച് ചിന്തിക്കാനൊത്ത്, അവനെക്കുറിച്ച് ധ്യാനിക്കാനൊത്ത്, അവൻ്റെ കൂടെ ജീവിക്കാനൊത്ത്. എന്തൊരു സംഭവമാണ്. ഈ ജീവിതം അങ്ങ് നിത്യത വരെയല്ലേ പോണത്. ശ്രുതികടെ ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എഴുന്നേൽക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനില സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങിയപ്പോൾ അവളുടെ ഉടമ്പടിയിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തുമാത്രം തെറ്റാണെന്നൊക്കെ മനസ്സിലായി. പിന്നെ സാക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു. ഉടമ്പടി അവളുടെ ജീവിതം ചെയ്ത തെറ്റുകളെല്ലാം, ഉടമ്പടിയുടെ ക്രമങ്ങൾ എല്ലാം ശരിയാക്കി. അപ്പോൾ എന്നാ ചെയ്തിരിക്കണത്? നോട്ട് ബൈ മെറിറ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഒരു കൊല്ലമേ B2 പരീക്ഷയ്ക്ക് 1 കൊല്ലം മാത്രമേ ഗ്യാരണ്ടി ഉള്ളൂ. അവൾക്ക് ജോലി കിട്ടാതെ ശരിക്കും പറഞ്ഞാൽ B2 2ാം കൊല്ലമായി. 2 കൊല്ലം കഴിഞ്ഞ്. അപ്പോൾ അവൾ വിചാരിച്ച് അവളുടെ മെറിറ്റ് പോയി. അപ്പോൾ അവൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് B2 എക്സാമിൻ്റെ ഡേറ്റ് കഴിഞ്ഞു, പക്ഷേ എൻ്റെ മെറിറ്റ് എനിക്കില്ലറിയാം, നിൻ്റെ ഗ്രേസിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. 1 കൊല്ലം കഴിഞ്ഞവർക്ക് പോലും അവർ വിസ കൊടുക്കണില്ല. അതുകൊണ്ട് ഞാനിത് നിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന. അപ്പോൾ എന്നാ സംഭവിച്ചിരിക്കണത്? മാതാവിൻ്റെ ബർത്ത്ഡേ വന്നപ്പോൾ അവൾ പറഞ്ഞു, അമ്മയുടെ ബർത്ത്ഡേ ആണ്, അമ്മയാണ് എനിക്കിത് ഈ B2 കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞിട്ടും അതിൻ്റെ ഗ്യാരണ്ടി കഴിഞ്ഞിട്ടും നീ ഇതെനിക്ക് തരികയാണെങ്കിൽ നീയാണ് തന്നതെന്നറിയാൻ നിൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് വിസ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്ത അമ്മ? ഈ B2ൻ്റെ 2 കൊല്ലം കഴിഞ്ഞിട്ടും ആ ബർത്ത്ഡേക്ക് അവൾ പറഞ്ഞ ഡേറ്റിന് അവൾക്ക് വിസ കൊടുത്തത്. ഇതാണ് കൃപാസന മാതാവ് എന്ന് പറയുന്നത്. നമ്മൾ സത്യസന്ധമായിട്ടാണ് ദൈവത്തിലോട് അടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴായാലും നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്താൽ മതി മക്കളെ. ഞാൻ പറയുന്ന അനുസരിച്ചുകൊണ്ട് കേൾക്കുന്ന സാക്ഷ്യങ്ങൾ അനുസരിച്ച് ജീവിതം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കുന്നത്. നമ്മൾ സത്യസന്ധമായിട്ടാണ് ദൈവത്തെ അന്വേഷിക്കണം. ദൈവത്തെ തോന്നിയ നിങ്ങളുടെ ഡീമെറിറ്റുകളെ ഒന്നൊരു ഡീമെറിറ്റല്ല, ദൈവമാണ് മെറിറ്റ് തീരുമാനിക്കുന്നത് അവൻ്റെ ഗ്രേസ് കൊണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശാരീരിക ദുരിതങ്ങൾ, ജീവിത ദുരിതങ്ങൾക്കുമെതിരെ ദൈവിക ശാസന പ്രാർത്ഥന നടത്തുന്ന സമയമാണ്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ആ അഭിഷേക സമയത്ത് മക്കൾ ഇടിമുഴക്കം പോലെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവ് നിങ്ങളെ അവിടുത്തെ തിരുമുറുവാർന്ന വലതുകരം കൊണ്ട് സ്പർശിച്ചുകൊണ്ട് വിടുതൽ നൽകിക്കൊണ്ടും സൗഖ്യം നൽകിക്കൊണ്ടും ഇരിക്കും. ശ്രുതികട ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ എല്ലാ മക്കളുടെ മേലും നിന്റെ പരിശുദ്ധമായ രക്തം തളിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്ന മാർഗരോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ജോലി തടസ്സങ്ങൾ, എന്തിനു വേണ്ടിയാണോ എൻ്റെ മക്കളെ നിങ്ങൾ ഉടമ്പടി എടുത്തുകൊണ്ട് കർത്താവിൻ്റെ ദിവസത്തിന് കണ്ണീരിടുന്നത്? ആ ഓരോ കണ്ണുനീരുകളും, ഓരോ വേദനകളും, ഓരോ രോഗങ്ങളും, ഓരോ ശിസ്തുരോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, അർശസ് രോഗങ്ങൾ, സിസ്റ്റ് രോഗങ്ങൾ, PCOD രോഗങ്ങൾ, പിസ്റ്റുല രോഗങ്ങൾ, ബ്ലോക്ക് രോഗങ്ങൾ, ഹൃദയത്തിൻ്റെ ബ്ലോക്കുകൾ, കരളിൻ്റെ രോഗങ്ങൾ, ഹൃദയത്തിൻ്റെ രോഗങ്ങൾ, എല്ലാ തരത്തിലുള്ള കുടൽ രോഗങ്ങൾ, നടുവേദനയുടെ രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സ്പോണ്ടിലോസിൻ്റെ രോഗങ്ങൾ, സ്പൈനക്കോഡിൻ്റെ രോഗങ്ങൾ, തലമുടി കൊഴിയുന്ന രോഗങ്ങൾ, ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും പേസ്റ്റുകളിലും രക്തഞരമ്പുകളിലും യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധയുടെ മധ്യസ്ഥത്തിൽ യേശുവിന്റെ നാമത്തിൽ മാർഗരോഗങ്ങൾ മാറിപ്പോകട്ടെ. തീരവേദികള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന യേശുവേ ഹല്ലേലൂയ 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 മഹത്വം ആരാധന ആരാധന. പരിശുദ്ധനേ
പരമോന്നത യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അറിവോടെ നോക്കണമേ. ആരാധനേ പരിശുദ്ധനേ, പരമോന്നത യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അറിവോടെ നോക്കണമേ. മുട്ടനിക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. ആവശ്യങ്ങൾക്ക് വേണ്ടി ഉടമ്പടിയുടെ നിയോഗങ്ങൾ കർത്തൃദിവസത്തിന് സമർപ്പിക്കുക. അടിയന്തര ആവശ്യങ്ങളെ പ്രത്യേകിച്ച് സമർപ്പിക്കുക. വിഷയത്തിന് ദൈവിക തീരുമാനം ഉണ്ടാകും. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കുക. കർത്താവ്, സാമ്പത്തിക ബാധ്യതകൾ, തൊഴിൽ തകർച്ചകൾ, ഓരോ പത്രങ്ങൾ, പേപ്പറുകൾ, ഡോക്യുമെൻറ്റുകൾ, പ്രമാണങ്ങൾ, തടസ്സങ്ങളുള്ള വിഷയങ്ങൾ, വ്യക്തികൾ, തടസ്സം ഉണ്ടാക്കുന്ന വ്യക്തികൾ, അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കണ്ണീരാഴ്ത്തുന്ന പിശാചിൻ്റെ ലോകത്തിൻ്റെ ഉപകരണങ്ങളായി പ്രവർത്തിക്കുന്ന, ഞങ്ങളുടെ വളർച്ചയും ഒരടിപ്പിക്കുകയും വാതിലടച്ചുകളയും ചെയ്യുന്ന വ്യക്തികളുടെ കൈകൾ കർത്താവിൻ്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളില്ലാത്തവരെ, വർഷങ്ങളോളം ഈ കാര്യത്തിൽ മരുന്ന് കഴിക്കുന്നവരെ, മക്കളില്ലാത്തതിൻ്റെ പേരിൽ വൈവാഹ ജീവിതം വെറുത്തുപോയവർ, മടുത്തുപോയവർ, വിശുദ്ധമായ രക്തത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടുകൊണ്ട് അവരുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞുമായി ആൾക്കാരെ കയറാൻ മാതാവിൻ്റെ പ്രത്യക്ഷകൻ അവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നവരെ, വിസ പ്രോസസ് നടക്കുന്നവരെ, വീണ്ടും വിസയ്ക്ക് പുതുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നവർ, PR വേണ്ടി കൊടുത്തിരിക്കുന്നവർ, നാട്ടിലെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, അവരുപയോഗിക്കുന്ന തൊഴിൽപരമായ അവരുടെ തടസ്സങ്ങൾ, മക്കളുടെ ദുർനടപ്പുകൾ, ചീത്ത സ്വഭാവങ്ങൾ, ജീവിത പങ്കാളികളുടെ വഞ്ചനകൾ, അതുമൂലം വേദന അനുഭവിക്കുന്നവർ, അകന്നും പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ കർത്താവിന്റെ വിശുദ്ധമായത് ഐക്യപ്പെടാൻ വേണ്ടി സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. മൗനമായി പ്രാർത്ഥിക്കട്ടെ. സമാപന ആശീർവാദം. ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്ക് ആരാധന. ആമേൻ.